സംസ്ഥാനത്ത് സമ്മർദ്ദ കക്ഷിയായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാറുമെന്ന് KVVES ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെള്ളയാംകുടി റോഡ്, കട്ടപ്പന. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി ദ്വൈവാർഷിക പൊതുയോഗം കട്ടപ്പനയിൽ നടന്നു. KVVES ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 10 ലക്ഷത്തോളം വ്യാപാര സ്ഥാപനങ്ങളുണ്ടായിട്ടും വ്യാപാരികൾക്ക് വേണ്ട പരിഗണന ലഭിക്കാറില്ല. വയനാട് ദുരന്തത്തിൽ ആദ്യം മുതൽ ഇപ്പോഴും വ്യാപാരികൾ സഹായവുമായി വയനാട് മേഖലയിലുണ്ട്. എന്നാൽ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തപ്പോൾ വ്യാപാരികളെ മാറ്റി നിർത്തിയത് പ്രതിഷേധാർഹമാണ്. വ്യാപാരികൾ സമാഹരിച്ച 9 കോടിയോളം രൂപ സർക്കാരിന് കൈമാറില്ലെന്നും വ്യാപാരികളെയും ജീവനക്കാരെയും സംരക്ഷിക്കുവാനും സംസ്ഥാന കമ്മിറ്റി പണം മാറ്റിവെച്ചതായും സണ്ണി പൈമ്പിളിൽ പറഞ്ഞു. വ്യാപാരികൾക്ക് എന്ത് നാശനഷ്ടം സംഭവിച്ചാലും കാശ് തരികയെന്ന് മാത്രമല്ല, കണക്കരയ്ക്ക് പോലും അവരെ ഉൾപ്പെടുത്താൻ പാടില്ലെന്നാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ദുരിതാശ്വാസ നിയമം അനുസരിച്ച്. വ്യാപാരികൾ അവരുടെ നഷ്ടത്തിന് കണക്കടിക്കാൻ പാടില്ല. അവർക്ക് എന്ത് സംഭവിച്ചാലും ശരി, കടകളിൽ എന്ത് സംഭവിച്ചാലും ശരി, അവർക്ക് യാതൊരു സഹായങ്ങളും കിട്ടത്തുമില്ല. മരിച്ചാൽ കിട്ടും, അല്ലാതെ ഒരു പരിപാടിക്കും കിട്ടത്തില്ല. അതുകൊണ്ട് ഏകോപന സമിതി ഇപ്പോൾ സംസ്ഥാനത്ത് ഈ വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ട് ഒരു റിലീഫ് ഫണ്ട് സമാഹരിച്ച വിവരം നിങ്ങൾക്കറിയാം. ഇപ്പൊ നമുക്ക് 9,87,00,000 രൂപയാണ് ആ ഇനത്തിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമ്മൾ സർക്കാരിന് പണം കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ വർഷമൊക്കെ 1 കോടി, അതിനു മുമ്പുണ്ടായപ്പോൾ 2 കോടിയൊക്കെ കൊടുത്ത ചരിത്രങ്ങളുണ്ട്. ഇനി അത് വേണ്ടെന്ന് തീരുമാനിച്ചു. ഈ വർഷം നമ്മൾ ചെയ്യുന്നത് മരിച്ച എല്ലാ കുടുംബങ്ങൾക്കും, ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം വീതം കൊടുക്കും. മരണമടഞ്ഞ എല്ലാ ആളുകളുടെയും, വ്യാപാരികളുടെയാണ് കേട്ടോ, മൊത്തത്തിൽ പബ്ലിക്കിൽ നിന്ന് എടുത്തിട്ടില്ല. അവിടെ നമുക്ക് ജീവനക്കാർ മരിച്ചു, 8 ജീവനക്കാർ മരിച്ചു. അവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം വീതം കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ ആശുപത്രിയിൽ ചികിത്സയിൽ 12 പേരുണ്ട്. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചൊരു ശ്രുതി ഇല്ലേ, ഒരു പെൺകുട്ടി, ഭർത്താവ് മരിച്ചു. ഈയിടെ അടുത്ത കാലത്ത് ഒരു ആക്സിഡന്റ് പറ്റി, അതിനുശേഷം ഇതും പറ്റിയപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ ഇന്നലെ, ആ കുട്ടിക്ക് ഇപ്പൊ നടക്കാൻ പറ്റുന്നില്ല, കാലിന് പ്രശ്നമുണ്ട്, വീട്ടിൽ കൊണ്ട് കൊടുത്തു 3 ലക്ഷം രൂപ. ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ 2 ലക്ഷം വീതം എല്ലാ 13 പേർക്കും കൊടുത്തു. ഈ കുട്ടിക്ക് മാത്രം 3 ലക്ഷം രൂപ കൊടുത്തു. അതാണ് അവിടുത്തെ ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു രീതി. അതോടൊപ്പം ഇപ്പൊ കൊടുത്തു കഴിഞ്ഞ ഒരു സംഭവം മിനിയാന്നായിരുന്നു അവിടെ ദുരിതാശ്വാസ ഫണ്ട് വിതരണം. വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട 52 പേർക്ക് 10 ലക്ഷം രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചു. വീണ്ടും ഒരു 72 പേരാണ് മൊത്തം വ്യാപാര സ്ഥാപനങ്ങൾ പോയിട്ടുള്ളത്. 20 പേർക്ക്, കുറച്ചു പേർക്ക് 7 ലക്ഷം, കുറച്ചു പേർക്ക് 5 ലക്ഷം, കുറച്ചു പേർക്ക് 3 ലക്ഷം, കുറച്ചു പേർക്ക് 1 ലക്ഷം വീതം കടയുടെ സ്റ്റോക്കിന്റെ അടിസ്ഥാനത്തിൽ. അതും അങ്ങനെ 3,88,00,000 രൂപ നമ്മൾ മിനിഞ്ഞാന്ന് വയനാട് വെച്ച് പൊതു സദസ്സിൽ വെച്ച് അവിടുത്തെ MLAയും അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ചേർന്ന് കൊടുത്തു. സെന്റ് ജോൺസ് ആശുപത്രിയുമായി സഹകരിച്ചുള്ള കാരുണ്യ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. ഒരു പ്രദേശത്തിന്റെ വികസനം എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തിച്ചേരുന്ന, സ്പെൻഡ് ചെയ്യാനായിട്ട് കപ്പാസിറ്റിയുള്ള ജനങ്ങളുടെ എണ്ണത്തെ ആശ്രയിച്ചാണ് ഒരു പ്രദേശത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു സ്ഥലത്ത് ജനങ്ങൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു കാരണം അവർക്കുണ്ടാകണം. ആ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒന്നുകിൽ ബിസിനസ് സെക്ടറിലോ അല്ലെങ്കിൽ സർവീസ് സെക്ടറിലോ ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ വരുമ്പോഴാണ് ജനങ്ങൾ ആ പ്രദേശത്തേക്ക് ധാരാളമായിട്ട് എത്തുക. നിങ്ങൾ ഓരോരുത്തരും ബിസിനസ് സെക്ടറിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണ്. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന സെന്റ് ജോൺസ് ഹോസ്പിറ്റല് സർവീസ് സെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ധാരാളം ജനങ്ങളെ കട്ടപ്പന മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ പ്രദേശത്തേക്ക് അട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അങ്ങനെ കട്ടപ്പനയുടെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ ഡെവലപ്മെന്റിനെ
സ്വാധീനിക്കുന്ന രണ്ട് വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും പറയുവാനായിട്ട് സാധിക്കും, സെന്റ് ജോൺസ് ഹോസ്പിറ്റലിന് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് എന്ന്. 1969 ബ്രദർ ഫോർത്തുനാത്തോസ് കട്ടപ്പനയിൽ വരുമ്പോൾ എൻ്റെ കേട്ടറിവ് കട്ടപ്പന എന്ന് പറയുന്നത് നാമമാത്രമായ ഒരു അവസ്ഥയിലുള്ള സാഹചര്യമായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് പി കെ മാണി അധ്യക്ഷത വഹിച്ചു. കാരുണ്യ സുരക്ഷാ പദ്ധതി ജില്ലാ ചെയർമാൻ സിബി കൊല്ലംകുടി, സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുംപറമ്പിൽ, കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് എം കെ തോമസ്, വിൻസെന്റ് വി കുര്യൻ, ജോഷി കുട്ടട, റോസമ്മ മൈക്കിൾ, വി സി മാത്യു, ജെയിംസ് മാത്യു, ജോർജ് കുട്ടി തോണക്കര, ബെന്നി ചിറമേൽ, ഡോക്ടർ തോമസ് ജോസഫ്, ജോസ് എം ജെ എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സെറ കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ് പരിചയപ്പെടുത്തുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ്. ബ്രാൻഡഡ് ക്രോക്കറി ഉൽപ്പന്നങ്ങളുടെയും കിച്ചൺ വെയറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം. സ്റ്റീൽ, അലൂമിനിയം, പ്ലാസ്റ്റിക് ഐറ്റംസ്, ഗ്രോസറി പ്രോഡക്ട്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻസ്. റെഡിമെയ്ഡ് കർട്ടൻസ്, ഫ്ലോർ മാറ്റുകൾ, കാർപ്പറ്റ്, ആർട്ടിഫിഷ്യൽ ഗ്രാസ്, ഫ്ലവേഴ്സ്, ഫോംസ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തികഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. സെറ കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ്, വെള്ളയാംകുടി റോഡ്, കട്ടപ്പന.